ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സദുഷ്കരം. എന്തെന്നാൽ മനസ്സിളകിക്കൊണ്ടിരിക്കുന്നതും ഇന്ദ്രിയങ്ങളെ മഥിക്കുന്നതും ശക്തിയുള്ളതും വിഷയങ്ങളോട് ദൃഢമായി പറ്റി നിൽക്കുന്നതുമാകുന്നു. കൃഷ്ണ, മനസ്സിനെ അടക്കി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ തടഞ്ഞു നിർത്തുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അതേ പ്രശ്നം തന്നെയാണ് ആരുന്നയിക്കുന്നതും? അർജുനൻ ഭഗവാനോട് ഉന്നയിക്കുന്നതും. കൃഷ്ണ, കാറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് പോലെ ദുഷ്കരമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. സർവത്ര വിഷയങ്ങളോട് ഒട്ടി നിൽക്കാൻ താല്പര്യമുള്ളതാണ് ഈ മനസ്സ്. അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ മനസ്സ്. ഈ മനസ്സിനെ പെട്ടെന്ന് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല എന്നാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ് അർജുനൻ പറഞ്ഞത്. ഇനി നമുക്കും ഇതേ സംശയമുണ്ട്. ഇനി ഭഗവാൻ എന്താണ് ഇത് കേട്ടിട്ട് പറയാൻ പോകുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എങ്കിൽ നമുക്കും അതറിയാം ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത്. അർജുനൻ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നുണ്ടോ? അതല്ലെങ്കിൽ അത് അങ്ങനെയല്ലെന്ന് പറയുന്നുണ്ടോ? അർജുനന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപാധികളുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ടോ? അർജുനന് രക്ഷപ്പെടാൻ ഒരു ഉപാധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഉപാധിയാണ്. കാരണം അർജുനൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥ ഓരോ സാധാരണ മനുഷ്യനും നിൽക്കുന്ന അതേ അവസ്ഥ തന്നെയാണ്.